RRBയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൽ 2026 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 11,127 വേക്കൻസി വരും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം വേക്കൻസി അപ്രൂവ് ആയി കഴിഞ്ഞാൽ പിന്നീട് ഡ്രാഫ്റ്റ് റിപ്പോർട്ട് അതിനുശേഷം നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഡേറ്റ് വന്നിരിക്കുകയാണ്. അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റീവ് നോട്ടീസ് ആണ് വന്നിരിക്കുന്നത്. നോർമലി ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വരാറുള്ളതെങ്കിൽ ഇപ്രാവശ്യം നോട്ടിഫിക്കേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് May 15 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഏപ്രിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്നാൽ അത് മെയ്യിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. May 15 മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, June 14 വരെ. അപ്പൊ റെയിൽവേയുടെ പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ RRB ALP ആവാൻ താല്പര്യമുള്ള നിങ്ങളുടെ മുഴുവൻ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ വന്നിരിക്കുന്ന പുതിയ നോട്ടീസ് എന്താ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ CN1/2026 നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഈ രീതിയിൽ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. റിക്രൂട്ട്മെന്റ് ഓഫ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് 7th CPC 19,900 ബേസിക് പേ പറഞ്ഞിരിക്കുന്നത്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 18 to 30 ആണ്. വേക്കൻസീസ് 11,127. അപ്പൊ ഇതാണ് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ. ഇനി വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾ കാണാൻ പോകുന്ന കാര്യങ്ങൾ. അതേപോലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡേറ്റ് ആണ്. ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് May 15 സ്റ്റാർട്ട് ചെയ്യുക. May 15 സ്റ്റാർട്ട് ചെയ്തിട്ട് June 14 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു നോട്ടീസ് കുറച്ചുകൂടി നേരത്തെയാണ് വന്നിരിക്കുന്നത് അല്ലെ. ഇപ്പൊ മാർച്ച് ആയിട്ടേ ഉള്ളൂ. ഏപ്രിൽ കഴിഞ്ഞ് May 15 എന്ത് ചെയ്യുന്നുണ്ടാവുക, നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവുക. May 15 മുതൽ June 14 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വളരെ ക്ലിയർ പിക്ചർ ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് എന്ന് നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള അൺസർട്ടനിറ്റിക്ക് എനിക്ക് യാതൊരു പ്രസക്തിയുമില്ല. RRB ALPയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് May 15 വരാൻ പോകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ്. മാക്സിമം നിങ്ങൾ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പല ആൾക്കാരുണ്ടല്ലോ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം, RRB ALPയുടെ നോട്ടിഫിക്കേഷൻ വരുന്നു എന്ന് ഞാൻ പറയും വീഡിയോ ചെയ്യുമ്പോൾ ഓൾറെഡി CBT 1 ഒക്കെ എഴുതിയിരിക്കുന്ന ആളുകളുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന്റെ. അപ്പൊ ഞാൻ പഴയ എക്സാമിനേഷനെ കുറിച്ച് തന്നെയാണോ പറയുന്നത് എന്നുള്ള സംശയമുണ്ട്. ഒരിക്കലുമല്ല. റെയിൽവേ ഇനി മുതൽ എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, ALPയുടെ എക്സാംസും ജൂനിയർ എഞ്ചിനീയറുടെ എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ALPയുടെ നോട്ടിഫിക്കേഷൻ ആണ് ഓരോ വർഷവും ആദ്യം വരിക. അപ്പൊ 2026 നിങ്ങളുടെ മുന്നിലെ ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസ് ഒന്നായിരിക്കും RRB ALP എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനെക്കുറിച്ച്, ഈ പോസ്റ്റിനെ കുറിച്ച്, ഇതിന്റെ ഒരു ഗ്ലാമറും അതേപോലെ ഇതിന് ലഭിക്കുന്ന സാലറി സ്ട്രക്ചർ ഒക്കെ അറിഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി കോമ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 11,127 എന്ന് പറയുന്ന ഒരു മികച്ച വേക്കൻസിയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടിയ നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് തിരിച്ചറിയുക. അത് ഒരുപാട് ആളുകൾ ഈ എക്സാംസ് എല്ലാ വർഷവും നടക്കുന്നുണ്ട് എന്ന് അറിയുന്നില്ല. അങ്ങനെ ഒരുപാട് ആൾ അറിയാതെ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു അവസരം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ 2026 നിങ്ങൾ ആഗ്രഹിച്ച ഒരു സർക്കാർ ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പൊ ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഈ ഒരു നോട്ടീസ് തരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ആർക്കൊക്കെ ഈ എക്സാമിന് എലിജിബിൾ ആവും, അതായത് നിങ്ങളുടെ റിസൾട്ട് ഈ ഒരു സമയത്തിനുള്ളിൽ വരുമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് എലിജിബിൾ ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ, അതായത് OBC, നോൺ ക്രിമിനൽ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ തയ്യാറാക്കി വെച്ചേക്കുക. May 15 നിങ്ങളുടെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ വളരെ ചാടിക്കറി നിങ്ങൾ അപ്ലൈ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഏത് സോൺ സെലക്ട് ചെയ്യണം, അതേപോലെ തന്നെ നമ്മൾ ഏത് സ്ട്രീം എടുക്കണം തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ALPയുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയമാണ്. അപ്പൊ RRB ALPയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ വേക്കൻസീസുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ സോൺ വൈസ് ആയിട്ടുള്ള വേക്കൻസി നോക്കുകയാണെങ്കിൽ ടോട്ടലി 11,127. അപ്പൊ ഈ നമ്പർ തീർച്ചയായിട്ടും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. മാക്സിമം നിങ്ങൾ ഇത് യൂട്ടിലൈസ് ചെയ്യണം. ഇനി കുറച്ച് പേർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഓൾറെഡി 2025 CN1/2025 അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ CBT 1 എഴുതിയിട്ടേ ഉള്ളൂ. CBT 2 കുറിച്ച് എന്ത് ചെയ്യും? അതേ സമയത്ത് തന്നെ പുതിയ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. ഈ ഒരു സെനാരിയോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു രീതി നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ കരിയറിൽ വരുന്നത്. പക്ഷെ ഇത് പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ എന്താണ്, സെൻട്രൽ ഗവൺമെന്റ് എക്സാംസുകൾ. ഇപ്പൊ സിവിൽ സർവീസ് എക്സാം നോക്കുകയാണെങ്കിൽ ഈ പ്രാവശ്യത്തെ സിവിൽ സർവീസിന്റെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകളൊക്കെ ഒരു പക്ഷേ അടുത്ത പ്രാവശ്യത്തെ സിവിൽ സർവീസിന്റെ പ്രിലിംസ് എക്സാം ഒക്കെ എഴുതിയിട്ട് വെയിറ്റ് ചെയ്യായിരിക്കും, റിസൾട്ട് വെയിറ്റിംഗ് ആയിരിക്കും
ആയിരിക്കും. കാരണം അത് അങ്ങനെയാണ് അതിന്റെ ഒരു പേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ CBT 1 നിങ്ങൾ തീർച്ചയായിട്ടും അതിന്റെ ആൻസർ കീ ഒക്കെ ഉടനെ വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും നിങ്ങൾ CBT 1 ക്വാളിഫൈ ആവോ ഇല്ലയോ എന്നുള്ളത്. ഇനി ഇൻ കേസ് നിങ്ങൾ ക്വാളിഫൈ ആയിട്ടില്ലെങ്കിൽ ഉടനെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക CBT 1 വേണ്ടി തന്നെ, അതായത് അടുത്ത പ്രാവശ്യത്തെ. ഇനി അതല്ല നല്ല മാർക്കോട് കൂടി CBT 1 ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി പ്രിപ്പയർ ചെയ്യേണ്ടത് CBT 2 വേണ്ടിയിട്ടുള്ള വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിനുശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ഒരു ബോർഡർ മാർക്കുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് CBT 1 ജസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്ന രീതിയിലൊക്കെ മാർക്കേ നിങ്ങൾക്ക് വരാൻ പോകുന്നുള്ളെങ്കിലും നിങ്ങൾ അടുത്ത പ്രാവശ്യത്തെ CBT 1 എക്സാമിന് പ്രിപ്പയർ ചെയ്യൽ നിർബന്ധമാണ്. സോ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസും അതേപോലെ തന്നെ ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ 2026 നിങ്ങൾക്ക് നേടാൻ പറ്റിയ ഒരു മികച്ച ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ALP. അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ എന്ന് വരും, എപ്പോൾ വരും എന്നുള്ള അൺസർട്ടനിറ്റി ഇവിടെ അവസാനിക്കുകയാണ്. മെയ് 15 നോട്ടിഫിക്കേഷൻ വരുന്നു. പക്ഷെ നമ്മൾ അതിന് നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ, എത്രത്തോളം നേരത്തെ പഠിച്ചു കൊടുക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് എക്സ്ട്രാ പ്രിപ്പറേഷൻ ടൈം ലഭിക്കുകയാണ്. അത്രത്തോളം റാങ്ക് നിങ്ങൾക്ക് മികച്ചതാക്കി തീർക്കാൻ സാധിക്കും. ഏറ്റവും വേഗത്തിൽ ജോലി പ്രവേശിക്കാൻ സാധിക്കും. അതായത് നല്ല റാങ്കുള്ള ആളുകളായിരിക്കും പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ടാവുക, കോൾ ചെയ്യുന്നുണ്ടാവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ജോലി, നിങ്ങൾ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു നല്ല സെൻട്രൽ ഗവൺമെന്റ് ജോബ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ലൈഫ് സെക്യൂർ ചെയ്യാൻ, അതേപോലെ തന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എൻട്രിയോടൊപ്പം ചേർന്നുകൊണ്ട് പഠിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ. RRB ALP ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.